നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോയ ട്രിപ്പായത്. അതുകൊണ്ട് പ്ലാനിങ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അമ്മ, പെങ്ങള്, അളിയെ, കുട്ടി, പിന്നെ നമ്മളെ ചുരുക്കം ചില അടുത്ത ഫ്രണ്ട്സ്, ഇവരൊക്കെയാണ് ഈ ബ്ലോഗിലെ കഥാപാത്രങ്ങൾ. നമ്മൾ മാഹി ബൈപ്പാസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ പോകാനുള്ള വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ബൈപ്പാസിലെത്തിയേ. ഇതാ നമ്മൾ പോകാൻ തീരുമാനിച്ച വണ്ടി. വണ്ടീൻ്റെ പേര് RR ട്രാവൽസ് എന്നാണ്. നമ്മളെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്. ഈ വണ്ടി കയറുന്നതാണ് നമ്മൾ അളിയ മൂപ്പറ്. ഇയാളാണെങ്കിൽ വണ്ടി കയറുന്നില്ല, നമ്മളെ കയറാൻ സമ്മതിക്കൊന്നുമില്ല. എന്താ ചെയ്യുക? അങ്ങനെ ഒരു വിധത്തിൽ ചവിട്ടിക്കയറ്റി വണ്ടി ഇവിടെ നിന്ന് എടുത്ത്. ഇതാണ് റഫ്മിൽ. പിന്നെ അമ്മ, മരുമോൻ, പിന്നെ നമ്മളെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫ്, ബേക്കിൽ നോക്കുന്ന അളിയൻ, പിന്നെ ക്ഷീണമില്ലാത്തത് അമ്മയും ഞാനും നമ്മളെ ഫ്രണ്ട് റഫ്മിലാണല്ലോ. ബാക്കി എല്ലാവരും ഏകദേശം സൈഡായ മട്ടിലാണുള്ളത്. ഇനി ഇവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ക്ഷീണത്തിലല്ലാതെ ഇരിക്കുന്നത്. റഫ്മിൽ പറഞ്ഞ് ഡീസൽ അടിക്കാണ്ട് ഒരടി മുമ്പോട്ട് പോകില്ല. ഞാൻ പറഞ്ഞു കയറ്റടാ പെട്രോൾ പമ്പ്. അവൻ അതേപോലെ തന്നെ കയറ്റി ഡീസൽ അടിച്ച്. പക്ഷേ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫ്മിൽ പറഞ്ഞ് അവന് തലവേദന എടുക്കുന്നു. അപ്പോൾ പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് വണ്ടി ഓടിക്ക്, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ വിചാരിച്ച് എന്നാൽ ഞാൻ തന്നെ ഓടിക്കാനുള്ള അറിയാവുന്ന എല്ലാ കഴിവും എടുത്തതെന്ന്. ഇത് കേട്ടതോടെ ബേക്കിലുള്ള ആൾക്കാരെല്ലാം ഞെട്ടി. ഇനി അടുത്തത് എന്താണോ വരുന്നത് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ തുടങ്ങി. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല വണ്ടി ഓടിക്കാൻ. ഗിയറിൻ്റെ ചെറിയ പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളെ കാറിൻ്റെ അപേക്ഷിച്ചിട്ട് എൻ്റെ ഗിയർ ചെറിയ മാറ്റങ്ങളുണ്ട്, അതേ പ്രശ്നമുള്ളൂ. പിന്നെ അങ്ങനെ ഒരൊറ്റ സ്ട്രെച്ചിൽ പിടിക്കാൻ തുടങ്ങി. ബൈപ്പാസ് ആയതുകൊണ്ട് വലിയ കുഴപ്പങ്ങളുണ്ടായിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, എത്ര നേരം ക്ഷീണിച്ചുറങ്ങിയവരെല്ലാം ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളെ ഫ്രണ്ട് സീറ്റും വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് എത്തേണ്ടത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഗുരുവായൂരൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം അവിടെ എത്താറായി. ഇവിടെ മേക്കപ്പ് ചെയ്യുകയാണ്. ഒരാളിവിടെ ഉറങ്ങുകയാണ്. ദേവസ്വത്തിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഓരോരുത്തരായി ഇറങ്ങുന്നതാണ്. ഒരു ചങ്ങയുണ്ട് നല്ല ആറ്റിറ്റ്യൂഡിലിട്ട് വരുന്നത്. എന്തിനാണോ തമ്പുരാൻ അറിയാം, ക്ലാസ്സെല്ലാം വെച്ചിട്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് 100-150 മീറ്റർ നടക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിലൂട്ടി നടന്ന് ഇതിലൂട്ടി നടക്കുന്ന തന്നെയാണ്, വേറൊന്നും ചെയ്യാനില്ല. ചിന്മേച്ചിൻ്റെ തല പൂ കൊണ്ട് ഡെക്കറേഷൻ ചെയ്യുന്നു. ഞാനാണെങ്കിൽ അത് വീഡിയോ എടുക്കുന്നു. അങ്ങനെ അതൊരു വിധത്തിൽ കഴിഞ്ഞ് എന്താ ലോട്ടറി എന്തെല്ലാം എടുക്കുന്നുണ്ടോ നമ്മൾ അങ്ങോട്ട് യാത്രയാകുന്നു. വേറെ ഒരു കാര്യമുണ്ട്, അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോയും കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഫോൺ അങ്ങനെ യൂസ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്ന അവിടുന്ന് നമ്മൾ നേരെ പോയി ഉച്ചക്കകത്ത് ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ ഹോട്ടൽ തപ്പി നടക്കാം. ഒടുവിൽ കണ്ടെത്തി ഹോട്ടൽ. ഹോട്ടലിൻ്റെ പേര് അലിബാബ ആൻഡ് 41 ഡിഷസ് എന്നാണ്. എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് ഭക്ഷണം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡ് കൊണ്ടുവരുന്ന വീഡിയോ എടുക്കാൻ മറന്നു. ഫുഡ് കഴിക്കേണ്ട തിരക്കിലേക്ക്. നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് നേരെ പോയത് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അങ്ങനെ തൃശ്ശൂരത്ത് നമ്മളെ കണ്ട കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുക. വണ്ടിയിൽ ഇങ്ങനെ വെറുതെ പാട്ട് വെച്ചിരിക്കുമ്പോൾ 2 സ്റ്റെപ്പ് ഇടാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി 2 സ്റ്റെപ്പ് ഇട്ട്